ഗ്രാഫിക്സിൽ ഒരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ A2 ഷീറ്റ് എടുത്ത് നേരിട്ട് ഡ്രോയിങ് തുടങ്ങുകയല്ല ചെയ്യുക. ആദ്യം ചെയ്യുന്നത് അതിൻ്റെ മാർജിനൊക്കെ വരച്ച് നമ്മളതിൻ്റെ ടൈറ്റിൽ ബ്ലോക്കൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡ്രോയിങ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഡ്രോയിങ് ഷീറ്റിൻ്റെ ലേഔട്ട് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നതും ആദ്യം ചെയ്യുന്നതും. ഒരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഷീറ്റ് ലേഔട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മാർജിൻ 20 മില്ലിമീറ്ററും ബാക്കി റൈറ്റ് ടോപ്പ് ബോട്ടം ബോർഡേഴ്സ് എല്ലാതും നമ്മൾ 10 മില്ലിമീറ്ററിലാണ് കൊടുക്കാറുള്ളത് അല്ലേ. അപ്പോൾ ലെഫ്റ്റിൽ മാത്രം ഒരു 20, ബാക്കിയുള്ളതെല്ലാം 10 10 10 എന്നുള്ള രീതിയിലാണ് കാണിക്കാറുള്ളത്. ദെൻ നമ്മളതിനകത്ത് റൈറ്റ് സൈഡിൽ ബോട്ടം കോർണറിലായിട്ടാണ് നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കാറുള്ളത്. ഈ ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കുന്നതിനും കൃത്യമായിട്ടുള്ളൊരു ഡയമെൻഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 150 മില്ലിമീറ്ററാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നതെങ്കിൽ ഹൈറ്റ് വരുന്നത് 50 മില്ലിമീറ്ററാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആദ്യം ഡ്രോയിങ് ഷീറ്റ് ലേഔട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഈ ലേഔട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡ്രോയിങ്സ് വരച്ച് തുടങ്ങൂ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലേഔട്ട് മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പല ആൾക്കാരും ഇപ്പോഴും തെറ്റിച്ച് വെക്കാറുള്ള, അല്ലെങ്കിൽ എത്ര മില്ലിമീറ്റർ ചെയ്യണം, മാർജിൻ കൊടുക്കണം എന്നുള്ള അറിവില്ലായ്മ ഇന്നും പല ഡ്രോയിങ് ഷീറ്റുകളിലും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഇതാണ് മാർജിൻ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് അറിയാവുന്നൊരു കാര്യം, ടൈറ്റിൽ ബ്ലോക്ക് എന്നുള്ള ആ ഒരു പ്രിപ്പറേഷൻ അല്ലേ, ആ ഒരു സെഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനെങ്ങനെ ഡീറ്റെയിലിംഗ് ചെയ്യാം, അപ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ടൈറ്റിൽ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 150 ആണ് അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് അല്ലേ. അപ്പോൾ ഞാനിവിടെ 50 50 50 അതാണ് ഈ 150 ആണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വരച്ച് വെച്ചിട്ടുള്ളത്. ദെൻ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 50 ആണ് പറഞ്ഞത്, 50 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 20, ദെൻ 10 10 10 അല്ലേ, 3 10ഉം ഒരു 20ഉം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ 50 എന്നുള്ളത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഈ രീതിയിൽ നമ്മൾ ഈ ഒരു ഡയമെൻഷനിങ്ങോട് കൂടി അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്തൊക്കെയാണ്, നമ്മൾ ഈ ഒരു 150നെ 3 സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഒരു സ്പ്ലിറ്റിംഗ് നടന്നിട്ടില്ല അല്ലേ. നെയിം ഓഫ് ഡ്രോയിങ്ങിൻ്റെ ആ ഒരു പൊസിഷനിൽ എന്ത് നടന്നില്ല, അവിടെ കൃത്യമായിട്ട് നടന്നില്ല. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതേണ്ടുന്നത് നെയിം ഓഫ് സ്റ്റുഡൻ്റ് ആണ് ആ ഒരു ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. ദെൻ നെയിം ഓഫ് സ്റ്റുഡൻറ്റ് കഴിഞ്ഞാൽ നേരെ റൈറ്റ് സൈഡിലായിട്ട് നെയിം ഓഫ് ഡ്രോയിങ് ആണ് നമ്മൾ വരച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഫസ്റ്റ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ ആ ഒരു വരിയിൽ നമ്മൾ എഴുതുന്നത് നെയിം എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫസ്റ്റ് കോളത്തിലാക്കി നെയിം ഓഫ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ദെൻ റൈറ്റ് സൈഡിലെ കോളത്തിലാക്കി നമ്മൾ നെയിം ഓഫ് ഡ്രോയിങ് ആണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ രണ്ടിലും നെയിമാണ് കാണിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഓർമ്മയിൽ വയ്ക്കുക. ദെൻ അടുത്ത രണ്ടാമത്തെ റോയിലേക്ക് വരുന്ന സമയത്ത് ക്ലാസ് ഏതാണ് എന്നുള്ളത് കാണിക്കണം, അതുപോലെ തന്നെ ഡ്രോയിങ് നമ്പർ കാണിക്കണം, സ്കെയില് കാണിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്ലാസ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു, ഡ്രോയിങ് നമ്പർ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ നോട്ട് ചെയ്ത് വെച്ചു. സ്കെയിൽ നമ്മൾ സാധാരണ എത്രയാണ്, ഇപ്പോൾ തന്നിരിക്കുന്ന അതേ ഡയമെൻഷനിങ്ങിൽ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ 1:1 എന്ന് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. ഇനി സ്കെയിൽ മാറ്റം വരുന്നതിനനുസരിച്ച് പകുതിയാക്കണം, അല്ലെങ്കിൽ അതിനെ ഇരട്ടിയാക്കി മാറ്റണം. അപ്പോൾ അതിനനുസരിച്ച് ആ സ്കെയിലിങ്ങിൽ എന്ത് ചെയ്ത് കൊടുക്കണം, നമ്മളവിടെ വാല്യൂ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ റോൾ നമ്പർ, ഗ്രേഡ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നെയിം ഓഫ് ഡ്രോയിങ്ങിൽ രണ്ട് കോളങ്ങൾ നമ്മൾ മെർജ് ചെയ്ത് വെച്ച രീതിയിലാണ് നമ്മൾ നെയിം ഓഫ് ഡ്രോയിങ് വരച്ചത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബോക്സ് അല്ലേ, റൈറ്റ് സൈഡിലെ ഏറ്റവും ലാസ്റ്റ് ബോക്സിൽ കാണിച്ചിട്ടുള്ളത് എന്താണ്, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പിളാണ് നമ്മൾ ഈയുടെ ഫ്രസ്റ്റം കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ റൈറ്റ് സൈഡിലാക്കിയിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കുക, ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ ഫിഗറാണ്. പല ആൾക്കാർ ഇത് എന്തിനാണ് വരയ്ക്കുന്നതെന്ന് അറിയാറില്ല. അപ്പോൾ അതെന്തിനാണെന്ന് മനസ്സിലാക്കുക, നമ്മൾ വരയ്ക്കുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം അല്ലെങ്കിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ സിമ്പിളാണ് നമ്മൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇതൊരു കാരണവശാലും പൊസിഷൻ തെറ്റിച്ച് വരയ്ക്കരുത്. ഇതിൻ്റെ പൊസിഷൻ തെറ്റിച്ച് വരച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവം എടുത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പിളാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. ഇത് ഇതേ ഷേപ്പ് തന്നെ വരയ്ക്കണം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഓക്കെ,
ദെൻ നമ്മൾ അടുത്ത ഇതിലൊക്കെ ഡേറ്റ്, വാല്യൂഡ് ബൈ എന്നുള്ള സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഇതെല്ലാം കൃത്യമായിട്ട് ഫില്ല് ചെയ്യാൻ പാടുള്ളത്. എക്സാമിൻ്റെ സമയത്ത് നമ്മൾ ഇതൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊന്നും ഡാറ്റാസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് എന്നുള്ള ഈ ഒരു സിമ്പിൾ മാത്രം എന്ത് ചെയ്താൽ മതി, കറക്റ്റായിട്ട് വരച്ചു വയ്ക്കുക. ബാക്കിയുള്ളത് നിങ്ങൾ ഡ്രോയിങ് ഒക്കെ വരച്ച സമയം ബാക്കിയുണ്ടെങ്കിൽ നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, നെയിം ഓഫ് ഡ്രോയിങ്, ക്ലാസ് എന്നുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചാൽ മതി. അതല്ലാതെ നെയിം ഓഫ് സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്ത് ഒരു കാരണവശാലും എക്സാമിന് നിങ്ങളുടെ പേര് എഴുതി വെക്കരുത്. അപ്പോൾ ക്ലാസ് എഴുതി വെക്കരുത്, റോൾ നമ്പർ എഴുതി വെക്കരുത്. അപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയിൽ വയ്ക്കുക, ക്ലാസ്സിൽ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡാറ്റാസ് എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്നുള്ളിടത്ത് നിങ്ങളുടെ പേര് ഫില്ല് ചെയ്യണം, നെയിം ഓഫ് ഡ്രോയിങ് എന്നുള്ളിടത്ത് ഡ്രോയിങ്ങിൻ്റെ പേര് ഫില്ല് ചെയ്യണം, ക്ലാസ് നിങ്ങളുടെ ക്ലാസ് ഫില്ല് ചെയ്യുക. അതൊക്കെ കൃത്യമായിട്ട് ക്ലാസ്സിൽ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യുക. എക്സാമിന് ഒരു കാരണവശാലും നിങ്ങളുടെ യഥാർത്ഥ ഡാറ്റ നമ്മുടെ ഈ ടൈറ്റിൽ ബ്ലോക്കിൽ ഒരു കാരണവശാലും കൊടുക്കരുത്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു അളവോട് കൂടി തന്നെ വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ.